ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 2/1/1990. മുരളി ഡേറ്റ് 30/1/2022. മഹാവാക്യത്തിൻ്റെ വിഷയമാണ് സാരേ ജ്ഞാൻ കാ സാർ സ്മൃതി. മുഴുവൻ ജ്ഞാനത്തിൻ്റെ സാരമാണ് സ്മൃതി. आज समर्थ बाप अपने चारों ओर के സർവസമർത്ഥ बच्चों को देख रहे हैं. ഇന്ന് സമർത്ഥനായിരിക്കുന്ന ബാബ 4 ദിക്കുകളിലുള്ള തൻ്റെ സർവസമർത്ഥരായിരിക്കുന്ന കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേക് സമർത്ഥ ബച്ച അപ്പനെ സമർത്ഥ പ്രമാൺ ആകെ ബഡ് രഹേ ഹൈ. ഓരോ സമർത്ഥരായിരിക്കുന്ന കുട്ടികളും അവരവരുടേതായിരിക്കുന്ന സമർത്ഥതയുടെ ആധാരത്തിൽ മുന്നോട്ടു പോവുകയാണ്. ഈ സമർത്ഥ ജീവൻ അർത്ഥാത് സുഖമയ ശ്രേഷ്ഠ സഫലത സമ്പൻ അലൗകിക് ജീവൻ കാ ആധാർ ക്യാ ഹൈ. ഈ സമർത്ഥ ജീവിതത്തിൻ്റെ സുഖം നിറഞ്ഞ ശ്രേഷ്ഠ സഫലത സമ്പന്നമായ അലൗകിക ജീവിതത്തിൻ്റെ ആധാരം എന്ത്? ആധാർ ഏക് ശബ്ദ സ്മൃതി. ഇതിൻ്റെ ആധാരം ഒറ്റ ശബ്ദമാണ്, അതായത് സ്മൃതി. വൈസേ ഭി സാരേ ഡ്രാമ കാ കേൽ ഹൈ ഹി വിസ്മൃതി ഓർ സ്മൃതി കാ. അതായത് മുഴുവൻ ഈ നാടകത്തിൻ്റെ കളി തന്നെ സ്മൃതിയുടെയും വിസ്മൃതിയുടേതുമാണ്. ഈ സമയ സ്മൃതി കാ കേൽ ചൽ രഹാ ഹെ. ഇപ്പോൾ ഈ നാടകത്തിൽ സ്മൃതിയുടെ കളിയാണ് നടക്കുന്നത്. बाप दादा ने आप ब्राह्मण आत्माओं को परिवर्तन किस आधार पर किया? ബാബ്ദാദ താങ്കൾ ബ്രാഹ്മണ ആത്മാക്കളെ ഏതിൻ്റെ ആധാരത്തിലാണ് പരിവർത്തനപ്പെടുത്തിയത്? സിർഫ് സ്മൃതി ദിലായി കി ആത്മാ ഹോ നക്കി ശരീരം. ബാബ്ദാദ ആദ്യ സ്മൃതി ഉണർത്തി നിങ്ങൾ ആത്മാവാണ്, അല്ലാതെ ശരീരമല്ല. ഈ സ്മൃതിനെ കിത്തന അലൗകിക് പരിവർത്തൻ കർ ലിയ. ആ ഒറ്റ സ്മൃതി തന്നെ നിങ്ങളിൽ എത്രത്തോളം അലൗകിക പരിവർത്തനം കൊണ്ടുവന്നു. സബ് കുച്ച് ബദൽ ഗയാണ്. എല്ലാം പരിവർത്തനപ്പെട്ടില്ലേ? മാനവ് ജീവൻ കി വിശേഷത ഹൈ ഹി സ്മൃതി. മാനവ ജീവിതത്തിൻ്റെ വിശേഷത തന്നെയാണ് സ്മൃതി. ബീജ് ഹേ സ്മൃതി. जिस बीज से वृत्ति दृष्टि कृति सारी സ്ഥിതി ബദൽ ജാതി ഹെ. ഇവിടെ ബീജമാണ് സ്മൃതി. അപ്പോൾ ഈ സ്മൃതിയിൽ കൂടിയാണ്, സ്മൃതിയാകുന്ന ആ ബീജത്തിൽ കൂടിയാണ് വൃത്തി ദൃഷ്ടി കൃതി അഥവാ കർമ്മം എല്ലാം സ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ലിയ ഗായാ ജാത ജൈസെ സ്മൃതി വൈസെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഗായനമുണ്ട്, ഏതുപോലെ സ്മൃതി അതുപോലെ സ്ഥിതി. ബാബാനെ ഫൗണ്ടേഷൻ സ്മൃതി കോഹി പരിവർത്തൻ കിയ. അപ്പോൾ ബാബ അടിത്തറയായിരിക്കുന്ന സ്മൃതിയെ തന്നെയാണ് പരിവർത്തനം ചെയ്യിപ്പിച്ചത്. ജബ് ഫൗണ്ടേഷൻ ശ്രേഷ്ഠ ഹുവാ തോ സ്വതः ഹി പൂരി ജീവൻ ശ്രേഷ്ഠ ഹോ ഗയി. എപ്പോഴാണോ അടിത്തറയായിരിക്കുന്ന സ്മൃതി ശ്രേഷ്ഠമായത്, അതോടെ സ്വാഭാവികമായും ജീവിതവും ശ്രേഷ്ഠമായി. കിतनी छोटी सी बात का परिवर्तन किया कि तुम शरीर नहीं आत्मा हो. എത്ര സൂക്ഷ്മമായിരിക്കുന്ന കാര്യത്തെയാണ് പരിവർത്തനം ചെയ്തത്. അതായത് നിങ്ങൾ ശരീരമല്ല ആത്മാവാണ് എന്ന സ്മൃതി നൽകി. ഇസ് പരിവർത്തൻ ഹോത്തെ ഹി ആത്മാ മാസ്റ്റർ സർവശക്തിവാൻ ഹോനെ കെ കാരൺ സ്മൃതി ആത്തെ ഹി സമർത്ഥ ബൻ ഗയ്. ഈ ഒരു പരിവർത്തനം ഉണ്ടായതുകൊണ്ട് ആത്മാവ് മാസ്റ്റർ സർവശക്തിമാനാകുന്നതിൻ്റെ കാരണം സ്മൃതി വരുമ്പോൾ തന്നെ സമർത്ഥരായി മാറുന്നു. അബ് ഈ സമർത്ഥ ജീവൻ കിത്തന പ്യാര ലഗ്താ ഹെ. ഇന്ന് ഈ ഒരു സമർത്ഥ ജീവിതം എത്ര പ്രിയമുള്ളതായിരിക്കുന്നു. സ്വയം ബി സ്മൃതി സ്വരൂപനെ और औरों को भी यही स्मृति दिलाकर कैसे क्या बना देते हो. സ്വയം സ്മൃതി സ്വരൂപരാവുകയും അതുപോലെ മറ്റുള്ളവർക്കും ഈ ഒരു സ്മൃതി നൽകിക്കൊണ്ട് അവരെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുന്നു.
ഈ സ്മൃതി സെ സംസാർ ഹി ബദൽ ലിയ. ഈ സ്മൃതിയുടെ ആധാരത്തിൽ നമ്മുടെ ലോകം തന്നെ പരിവർത്തനമായി. യെസ് ഈശ്വരീയ സംസാർ കിത്തന പ്യാരാ ഹെ. അതായത് ഇന്ന് നമ്മൾ ഈ ഒരു ഈശ്വരീയ ലോകത്തിലാണ്. എത്ര പ്രിയമുള്ളതായിരിക്കുന്നു. ചാഹെ സേവാർത്ഥ സംസാരി ആത്മാओं के साथ रहते हो लेकिन मन सदा अलौकिक संसार में रहता. സേവാർത്ഥം നമ്മൾ ലൗകിക പ്രപഞ്ചത്തിലുള്ള ആത്മാക്കൾക്കൊപ്പമാണ് ഇരിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് സദാ അലൗകിക പ്രപഞ്ചത്തിലാണ്, അലൗകിക ലോകത്തിലാണ്. ഇസ്കോ ഹി കഹാ ജാത്ത സ്മൃതി സ്വരൂപ്. ഇതിനെ തന്നെയാണ് പറയുന്നത് സ്മൃതി സ്വരൂപരെന്ന്. कोई भी परिस्थिति आ जाए लेकिन स्मृति स्वरूप आत्मा समर्थ होने के कारण परिस्थिति को क्या समझती है. ഏതൊരു പരിതസ്ഥിതി വന്നാലും സ്മൃതി സ്വരൂപരായിരിക്കുന്ന ആത്മാക്കൾ സമർത്ഥരായത് കാരണം പരിസ്ഥിതികൾക്കിടയിൽ അതിനെ എന്താണ് മനസ്സിലാക്കുന്നത്? ഏതൊക്കെ അവരുടെ മുമ്പിൽ ഈ പരിസ്ഥിതികളെല്ലാം തന്നെ ഒരു കളിയുടെ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. കബി ഘബറായിഗി നഹി. അതുകൊണ്ട് അവർ ഒരിക്കലും ഏതൊരു പരിതസ്ഥിതിയെയും ഭയപ്പെടാറില്ല. ബൽ കിतना भी बड़ी परिस्थिति हो लेकिन समर्थ आत्मा के लिए मंजिल पर पहुंचने के लिए ये सब रास्ते के साइड सीन है अर्थात रास्ते के नज़ारे हैं. എത്ര തന്നെ വലിയ പരിതസ്ഥിതികളാകട്ടെ, പക്ഷെ സമർത്ഥരായിരിക്കുന്ന ആത്മാക്കൾക്ക് ഇതെല്ലാം തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ മാർഗത്തിലുള്ള സൈഡ് സീനാണ്, വഴിയോര കാഴ്ചകളാണ്. സൈഡ് സീൻ തച്ചി ലക്തി ഹേന. വഴിയോര കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ? ഖർച്ച കർക്കെ ബി സൈഡ് സീൻ ദേഖ്നെ ജാത്തെ. പണം ചെലവിട്ടും സൈഡ് സീനറികളൊക്കെ കാണാൻ പോകാറില്ലേ? यहाँ भी आजकल अबो दर्शन करने जाते हो ना. മധുബനത്തിൽ പോയാലും എല്ലാവരും അബോ ദർശനം എന്ന് പറഞ്ഞ് സൈഡ് സീൻ കാണാൻ പോകാറില്ലേ? അഗർ രാസ്തേ മേ സൈഡ് സീൻ നാ ഹോ തോ വോ രാസ്ത അച്ഛാ ലഗേഗാ. ഒരു പക്ഷേ യാത്ര ചെയ്യുന്ന വഴികളിൽ വഴിയോര കാഴ്ചകളില്ല എങ്കിൽ നിങ്ങൾക്ക് ആ യാത്ര ഇഷ്ടപ്പെടുമോ? ബോർ ഹോ ജായേഗാ. അപ്പോൾ ആ യാത്ര എന്താകും? बोरागुम. ऐसे स्मृति स्वरूप समर्थ स्वरूप आत्मा के लिए परिस्थिति कहो, पेपर कहो, विघ्न कहो, प्रॉब्लम कहो, सब साइड सीन है. അതുപോലെ സ്മൃതി സ്വരൂപരായിരിക്കുന്ന സമർത്ഥ സ്വരൂപ ആത്മാക്കൾക്ക് പരിതസ്ഥിതികളാകാം, പേപ്പറാകാം, പരീക്ഷണങ്ങളാകാം, വിഘ്നങ്ങളാകാം, പ്രോബ്ലംസ് ആകാം, എല്ലാം തന്നെ വഴിയോര കാഴ്ചകളാണ്. സ്മൃതി ഹെ കി യ മൻസിൽ ഹെ കെ സൈഡ് സീൻ അൻഗിനത് ബാർ പാർക്കി. അവരുടെ ഉള്ളിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കുന്നു. അതായത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴികളിൽ ധാരാളം സൈഡ് സീനറികൾ ഉണ്ടാകും. അതെല്ലാം എണ്ണാവുന്നതിലധികം പ്രാവശ്യം മറികടന്ന് വന്നവരുമാണ്. നത്തിങ് ന്യൂ ഇസ്കാ ബി ഫൗണ്ടേഷൻ ക്യാ ഹുവ. ഒന്നും പുതിയതല്ല എന്ന സ്മൃതി കൊണ്ടുവരണമെങ്കിലും അതിൻ്റെയും ഫൗണ്ടേഷൻ എന്താണ്? സ്മൃതി തന്നെയാണ്. അഗർ യെ സ്മൃതി ഭൂൽ ജാത്തി അർത്ഥ ഫൗണ്ടേഷൻ ഹില തോ ജീവൻ കി പൂരി ബിൽഡിംഗ് ഹിൽനെ ലഗ്തി ഹെ. ഒരു പക്ഷേ സ്മൃതി മറന്നു പോവുകയാണെങ്കിൽ, അതായത് അടിത്തറ തന്നെ ഇളകിപ്പോവുകയാണെങ്കിൽ ജീവിതമാകുന്ന മുഴുവൻ കെട്ടിടവും ഇളകിപ്പോകും. ആപ്പത്തോ അച്ചൽ ഹേന. എന്നാൽ ബാബ്ദാദ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ അജഞ്ചലരല്ലേ, ഉറച്ചവരല്ലേ? സാരി പഠായിക്ക് ചാറോ സബ്ജക്ട് കാ ആധാർ ബി സ്മൃതി ഹെ. മുഴുവൻ പഠിപ്പിൻ്റെയും 4 വിഷയങ്ങളുടെയും ആധാരമാണ് സ്മൃതി. സബ്സെ മുഖ്യ സബ്ജക്റ്റ് യാദ്. അതിലും പ്രധാനമായിരിക്കുന്ന സബ്ജക്റ്റ് അതോ വിഷയമാണ് ഓർമ്മയുടേത്. യാദ് അർത്ഥ സ്മൃതി. മൈ കോൺ ബാപ് കോൺ. ഓർമ്മ അർത്ഥമാണ് സ്മൃതി. അതായത് ഞാൻ ആര്, അച്ഛൻ ആര്. ദൂസരി സബ്ജക്റ്റ് ജ്ഞാൻ. രണ്ടാമത്തെ സബ്ജക്റ്റാണ് ജ്ഞാനം. രചതോ രചന കാ ജ്ഞാൻ മില. അതായത് രചയിതാവിനെ കുറിച്ചും രചനയുടെ ജ്ഞാനവും ലഭിച്ചു. ഉസ്കാ ബി ഫൗണ്ടേഷൻ സ്മൃതി ദിലായി കി അനാദി ക്യാ ഹോ
और आदि क्या हो और വർത്തമാൻ समय क्या हो. അതിൻ്റെ ഫൗണ്ടേഷൻ സ്മൃതി ഉണർത്തിയിരിക്കുകയാണ്. അതായത് അനാദി കാലത്തിൽ നിങ്ങൾ എന്തായിരുന്നു, ആദികാലങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു, വർത്തമാന സമയത്ത് എന്തായിരിക്കുന്നു. ബ്രാഹ്മൺ സോ ഫരിസ്ത, അതായത് ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയായി മാറുന്നു. ഫരിസ്ത സോ ദേവത और भी कितनी സ്മൃതിയാ ദിലായി, ഫരിസ്തയിൽ നിന്നും ദേവതകളായി മാറും. ഇത്തരത്തിൽ എന്തെല്ലാം സ്മൃതികളാണ് ബാബ ഉണർത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ജ്ഞാനത്തിൻ്റെ സ്മൃതികളല്ലേ. തീസറി സബ്ജക്റ്റ് ദിവ്യഗുൺ, മൂന്നാമത്തെ വിഷയമാണ് ദൈവിക ഗുണങ്ങൾ. ദിവ്യ ഗുണോ കി ഭി സ്മൃതി ദിലായി ക്യാ ബ്രാഹ്മണോ കെ യേ ഗുൺ ഹെ. ദിവ്യ ഗുണങ്ങളുടെയും ബാബ സ്മൃതി ഉണർത്തി. അതായത് ബ്രാഹ്മണ ആത്മാക്കളുടെ ഗുണങ്ങളാണ് ഇതൊക്കെ. ഗുണോ കി ലിസ്റ്റ് ബി സ്മൃതി മേ രഹതി ഹെ. എന്തെല്ലാം ദൈവിക ഗുണങ്ങളാണ് എന്നുള്ളതും നിങ്ങളുടെ സ്മൃതിയിലുണ്ട്. തബ് സമയ പ്രമാൺ ഉസ് ഗുൺ കോ കാര്യമേ കർമ്മമേ ലഗാത്തേ ഹോ. അതുകൊണ്ട് തന്നെ സമയാനുസാരം ഗുണങ്ങളെ കാര്യങ്ങളിൽ അഥവാ കർമ്മത്തിൽ ഉപയോഗിക്കുന്നു. കോയി സമയ സ്മൃതി കം ഹോനേക്ക് ക്യാ റിസൾട്ട് ഹോത്തി ഹെ. ചില സമയങ്ങളിൽ സ്മൃതി കുറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. സമയ പർ ഗുൺ യൂസ് നഹി കർ സക്തേ ഹോ. സമയത്തിനനുസരിച്ച് ഗുണങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതാകും. जब समय बीत जाता फिर स्मृति में आता कि ये नहीं करना चाहता था लेकिन हो गया, आगे ऐसे नहीं करेंगे. അപ്പോൾ സമയം കഴിഞ്ഞു പോകുമ്പോഴാണ് സ്മൃതി വരിക, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, പറ്റിപ്പോയി, ഇനി മുന്നോട്ട് ഇങ്ങനെ ചെയ്യില്ല. तो दिव्य गुणों को भी कर्म में लाने के लिए समय पर स्मृति चाहिए. അപ്പോൾ ദിവ്യ ഗുണങ്ങളെയും കർമ്മത്തിൽ കൊണ്ടുവരണമെങ്കിൽ സ്മൃതി ആവശ്യമാണ്. अभी अभी ऐसे अपने पर व्यस्त हो, वैसे भी कोई बात व कोई चीज़ समय पर भूल जाती तो उस समय क्या हालत होती है. ഇപ്പോഴതെല്ലാം ഓർക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ആ സമയം എന്തായിരിക്കും അവസ്ഥ. ചീസ് ഹൈ ബി ലേക്കിൻ സമയ പർ യാദ് നഹി ആത്ത. അവിടെ വസ്തു ഉണ്ടെങ്കിലും സമയത്തിൽ അത് ഓർമ്മ വരുന്നില്ല. तो घबराते हो ना, അപ്പോൾ ഭയപ്പെട്ടു പോവാറില്ലേ. ऐसे ये भी समय पर स्मृति ना होने के कारण कभी कभी घबरा जाते हो. അതുപോലെ തന്നെ സമയത്ത് ഇവിടെ സ്മൃതി വരുന്നില്ല എങ്കിൽ, ഉണരുന്നില്ല എങ്കിൽ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. तो दैवी गुणों का आधार क्या हुआ. അപ്പോൾ ദിവ്യ ഗുണങ്ങളുടെ ആധാരം എന്തായി. सदा स्मृति स्वरूप, सदा स्मृति स्वरूपर, निरंतर और नेचुरल दैवी गुण सहज हर कर्म में कार्य में लगता रहेगा. അപ്പോൾ നിരന്തരവും സ്വാഭാവികമായും ദിവ്യ ഗുണങ്ങൾ വളരെ സഹജമായി ഓരോ കർമ്മത്തിലും കാര്യത്തിലും കൊണ്ടുവരാൻ സാധിക്കും. और चौथी सब्जेक्ट सेवा, നാലാമത്തെ വിഷയമാണ് സേവനം. इसमें भी अगर स्मृति स्वरूप नहीं बनते तो मैं विश्व कल्याणकारी आत्मा निमित्त हो तो सेवा में सफलता नहीं पा सकते. ഇവിടെയും ഒരു പക്ഷേ സ്മൃതി സ്വരൂപരല്ല എങ്കിൽ ഞാൻ വിശ്വകല്യാണക്കാരി ആത്മനിമിത്തമായിരിക്കുന്നു എന്ന സ്മൃതി ഇല്ല എങ്കിൽ സേവനത്തിൽ സഫലത നേടാനും സാധ്യമല്ല. सेवा द्वारा किसी आत्मा को स्मृति स्वरूप नहीं बना सकते. സേവനത്തിലൂടെ മറ്റാത്മാക്കളെയും സ്മൃതി സ്വരൂപരാക്കി മാറ്റാനും കഴിയുകയില്ല. സാത്ത് സാത്ത് സേവ ഹൈ ഹി സ്വയം കി ഓർ ബാപ് കി സ്മൃതി ദിലാന. അതായത് ഇതോടൊപ്പം തന്നെ സ്വയമിൻ്റെയും സേവനം നടക്കുന്നു. അപ്പോൾ അതുപോലെ ബാബയുടെ സ്മൃതിയും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. तो 4 ही സബ്ജക്റ്റ് का ഫൗണ്ടേഷൻ സ്മൃതി ഹുവാണ്. അപ്പോൾ 4 സബ്ജക്റ്റുകളുടെയും അടിത്തറ എന്നത് സ്മൃതി തന്നെയാണ്. സാരേ ജ്ഞാൻ കാ സാർ കാ ഏക് ശബ്ദ ഹുവ സ്മൃതി. മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സാരം ഒറ്റ ശബ്ദമാണ്, അതായത് സ്മൃതി.
इसलिए बाप दादा ने पहले से ही सुना दिया कि लास्ट पेपर का क्वेश्चन भी क्या आने वाला है. അതുകൊണ്ട് തന്നെ ബാബ്ദാദ മുൻകൂട്ടി കേൾപ്പിച്ച കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് പരീക്ഷ പേപ്പറിൽ ചോദ്യം എന്തായിരിക്കും വരിക? ലബ്ദാ ചോട പേപ്പർ നഹി ഹോന, ലംബാ ചോട പേപ്പർ നഹി ഹോന. വളരെ ദീർഘമായിരിക്കുന്ന വിശാലമായിരിക്കുന്ന ചോദ്യങ്ങളുള്ള പേപ്പർ ആയിരിക്കില്ല. ഏക് ഹി ക്വസ്റ്റ്യൻ കാ പേപ്പർ ഹോന और एक ही सेकंड का पेपर होना. ഒറ്റ ചോദ്യത്തിൻ്റെ പേപ്പർ ആയിരിക്കാം, അതും ഒറ്റ സെക്കൻഡിൻ്റെ പേപ്പർ ആയിരിക്കാം. ക്വസ്റ്റ്യൻ കൗൺസാ ഹോഗ, ഏതായിരിക്കും ആ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? നഷ്ടോ മോഹ സ്മൃതി സ്വരൂപം, നഷ്ടോ മോഹ स्मृति स्वरूपन. क्वेश्चन भी पहले से ही सुना लिया है ना, फिर तो सभी पास होना चाहिए. ബാബ മുൻകൂട്ടി ചോദ്യം നൽകിക്കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ എല്ലാവരും പരീക്ഷയിൽ പാസ്സാകേണ്ടതാണ്. സഭി നമ്പർ 1 പാസ് ഹോങ്കെ യാ നമ്പർ വാർ പാസ് ഹോങ്കെ? അപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, ചോദ്യം പറഞ്ഞു തന്നു എങ്കിൽ എല്ലാവരും നമ്പർ 1 ആയി പാസ്സാകുമോ അല്ലെങ്കിൽ നമ്പർ വാർ ആയിട്ടാണോ? അച്ഛ, സദാ നിരന്തര സ്മൃതി സ്വരൂപ് സമർത്ഥാത്മാവോങ്കോ, സദാ നിരന്തര സ്മൃതി സ്വരൂപരായിരിക്കുന്ന സമർത്ഥാത്മാക്കൾക്ക്, സദാ സ്മൃതി സ്വരൂപൻ ഹർ പരിസ്ഥിതി को साइड सीन अनुभव करने वाले വിശേഷാത്മാവും को, സദാ സ്മൃതി സ്വരൂപരായി ഓരോ പരിതസ്ഥിതികളെയും വഴിയോര കാഴ്ചകളായി അനുഭവം ചെയ്യുന്ന വിശേഷാത്മാക്കൾക്ക്, സദാ ബാബ് സമാൻ चारों ओर स्मृति की लहर फैलाने वाले महावीर बच्चों को, സദാ ബാബയ്ക്ക് സമാനം 4 ദിക്കുകളിലും സ്മൃതിയുടെ അലകൾ പ്രസരിപ്പിക്കുന്ന മഹാവീരന്മാരായ മക്കൾക്ക്, സദാ തീവ്രഗതിയിലൂടെ പാസ്വിത്തോണറായി മാറുന്ന മഹാരഥികളായിരിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. पुरुषार्थ की यथार्थ विधि द्वारा सदा आगे बढ़ने वाले സർവസിദ്ധി സ്വരൂപം. പുരുഷാർത്ഥത്തിൻ്റെ യഥാർത്ഥ വിധിയിലൂടെ സദാ മുന്നോട്ടു പോകുന്ന സർവസിദ്ധി സ്വരൂപരായി ഭവിക്കൂ. വിശദീകരണം. पुरुषार्थ की यथार्थ विधि है अनेक मेरे को परिवर्तन कर एक मेरा बाबा इस स्मृति में रहना. പുരുഷാർത്ഥത്തിൻ്റെ യഥാർത്ഥ വിധിയാണ് അനേക എൻ്റെ എന്നതിനെ പരിവർത്തനം ചെയ്ത് ഒരു എൻ്റെ ബാബ എന്ന സ്മൃതിയിൽ കഴിയുക. और कुछ भी भूल जाए लेकिन ये बात कभी नहीं भूले कि मेरा बाबा. മറ്റെന്ത് തന്നെ മറന്നാലും ഈ ഒറ്റ ശബ്ദം അഥവാ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. അതായത് മേരാ ബാബ. मेरा को याद नहीं करना पड़ता, उसकी याद स्वतः आती है. എൻ്റേത് എന്തെല്ലാമാണോ അതിനൊക്കെ ഓർമ്മിച്ചെടുക്കേണ്ട കാര്യം വരുന്നില്ല, സ്വാഭാവികമായും അവ ഓർമ്മയുണ്ടാകും. മേരാ ബാബ ദിൽ സേ കേത്തെ ഹോ तो योग ശക്തിശാലി ഹോ ജാത്ത. മേരാ ബാബ, എൻ്റെ ബാബ എന്ന് മനസ്സ് തട്ടി വിളിക്കുമ്പോൾ ആ യോഗം ശക്തിശാലിയായി മാറും. तो इस सहज विधि से सदा आगे बढ़ते हुए സിദ്ധി സ്വരൂപനോ. അപ്പോൾ ഈ സഹജവിധിയിലൂടെ സദാ മുന്നേറിക്കൊണ്ട് സിദ്ധി സ്വരൂപരായി മാറൂ. स्लोगन. माया जीत बनना है तो स्नेह के साथ साथ ज्ञान का भी फाउंडेशन मजबूत कर. മായാജീതരാകണമെങ്കിൽ സ്നേഹത്തോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെ അടിത്തറയെയും ശക്തിശാലിയാക്കുക, ഉറപ്പുള്ളതാക്കുക.
മായാജീത്താകണമെങ്കിൽ സ്നേഹത്തോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെ അടിത്തറയെ ശക്തിശാലി, അതായത് ഉറപ്പുള്ളതാക്കുക. ഇന്ന് 30ാമത്തെ ദിനം ലൗലീൻ സ്ഥിതിയുടെ അനുഭവത്തിനുള്ള ഇന്നത്തെ പോയിന്റ്. कर्म में वाणी में संपर्क व संबंध में लव और स्मृति व स्थिति में लवलीन रहना है. കർമ്മത്തിലും വാക്കുകളിലും സംബന്ധ സമ്പർക്കത്തിലും സ്നേഹം പിന്നീട് സ്മൃതി അഥവാ സ്ഥിതിയിൽ ലൗലീനരായിരിക്കണം. जो जितना लवली होगा वो उतना ही लवलीन रह सकता. ആരെത്രത്തോളം സ്നേഹികളായിരിക്കുന്നുവോ അവരത്ര തന്നെ ലൗലീൻ സ്ഥിതിയിലിരിക്കാനും സാധിക്കും. अभी आप बच्चे बाप के लव में लवलीन रह औरों को भी सहज आप समान व बाप समान बना देते हो. ഇപ്പോൾ താങ്കൾ കുട്ടികൾ ബാബയുടെ സ്നേഹത്തിൽ ലൗലീനായിരുന്ന് മറ്റുള്ളവരെയും വളരെ സഹജമായി തനിക്ക് സമാനരും അഥവാ ബാബയ്ക്ക് സമാനരുമാക്കി മാറ്റാൻ സാധിക്കും. അച്ഛ, ഓം ശാന്തി.